ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആണ് ക്ലിയറൻസ് സെയിലിൻ്റെ വീഡിയോ ആണ്. കുറേ സാധനങ്ങൾ ഞാൻ വാരി വലിച്ചിട്ടിട്ടുണ്ട്. വേറൊന്നുമല്ല, നമുക്ക് ഇതിൽ റോസ് ഗോൾഡിൻ്റെ മോതിരമുണ്ട്, കുട്ടികളുടെ ബാംഗിൾസ് ഉണ്ട്, അതുപോലെ വലിയവരുടെ ബാംഗിൾസ് ഉണ്ട്, 2 ഇയേഴ്സ് വാറണ്ടി നമ്മൾ 5 ലെയറിൻ്റെ ബാംഗിൾസ് ഉണ്ട്. അതുപോലെ ഹാങ്ങിങ് വന്നിട്ടുള്ള ഇതുപോലത്തെ മാല, പിന്നെ 1 പെൻഡൻറ്റ് വരുന്ന മാല, ഹാങ്ങിങ് വരുന്ന മാല, 2 ലെയർ മാല, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം ഉടനെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിവിടെ നിങ്ങൾക്കറിയാൻ പറ്റും, ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു റൂമിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ നമുക്കിപ്പോൾ ജ്വല്ലറി ഐറ്റംസുകളുണ്ട്, അതുപോലെ ബീഡ്സ് ആൻഡ് അതിൻ്റെ കാര്യങ്ങളുണ്ട്, മെറ്റീരിയൽസ് അയച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പുതിയതൊരു ബിസിനസ് കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അറിയാമല്ലോ, ഡ്രസ്സിൻ്റെ. അപ്പോൾ അതുകൂടി ഇത് വയ്ക്കാൻ സൗകര്യമല്ല, കാരണം നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. കാരണം ആകെ അലങ്കോലമായിട്ട് കിടക്കണം. കുറേ പാക്കിംഗ് ഉണ്ട്, പാക്ക് ചെയ്തതുണ്ട്. ഇതിപ്പോൾ ഇനി ആ ഡ്രസ്സിൻ്റെ ഐറ്റംസിൽ വരുമ്പോൾ എനിക്കിവിടെ ശരിയാക്കണം. അത് 4-5 ദിവസം കൊണ്ട് വരും. അപ്പോൾ എനിക്കിവിടെ ശരിയാക്കി വെക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസുകൾ, ഇതൊരു ബോക്സിലായിരുന്നു. ആ ഒരു ബോക്സ് ഇപ്പോൾ ഞാനിവിടെ വെച്ച് ഈ കട്ടലിൻ്റെ ചുട്ടിലോട്ട് മാറ്റി. അപ്പോൾ ഈ ഒരു ബോക്സിലായിരുന്നു ഇത് ഫുള്ള്. അപ്പോൾ പുതിയ ഐറ്റംസ് നിങ്ങൾ കണ്ടല്ലോ, അതിലും മുഴുവൻ കാണിച്ചു തന്നിട്ടില്ല. നമുക്ക് ഗോൾഡ് പ്ലേറ്റഡ് ഐറ്റംസുകളൊക്കെ കാണിക്കാനുണ്ട്, അതൊന്നും കാണിച്ചു തന്നിട്ടില്ല. ചിലപ്പോൾ ആ വീഡിയോ വന്നതിന് ശേഷമായിരിക്കും ഈ വീഡിയോ വരുന്നത്. ഏതാണെന്നറിയില്ല, മുൻപ് ഏതാ ഫസ്റ്റ് അപ്ലോഡ് ആകുന്ന അറിയില്ല. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും കേട്ടോ. കുറേ എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ, ഒരുവിധ ഐറ്റംസിലെല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ നോക്കുക. ഫസ്റ്റ് തന്നെ ലൈക്ക് അടിക്കുക കേട്ടോ. ഞാൻ എപ്പോഴും പറയും, നമുക്ക് വ്യൂസ് ഉണ്ടെങ്കിലും ലൈക്ക് കുറവായിരിക്കും, കമൻറ്റ് ഇപ്പോൾ പൊതുവേ കുറവാണ്. കാരണം നമ്മൾ ആ ഗിഫ്റ്റ് കൊടുക്കുന്ന കാര്യം പറയുമ്പോൾ മാത്രമേ കമൻറ്റ് ഇടാറുള്ളൂ. പിന്നെ എൻ്റെ സ്ഥിരം കസ്റ്റമേഴ്സ്, എൻ്റെ സ്ഥിരം വ്യൂവേഴ്സ് മാത്രമേ കമൻറ്റ് ഇടുന്നുള്ളൂ. അവരെ പ്രൊഫൈൽ എനിക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പറയുന്നു, ലൈക്ക് അടിക്കുക. ഇതാക്കണം, കണ്ടല്ലോ, 20 രൂപ മുതലാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. അത് ഞാൻ 45-ന് വാങ്ങിച്ച സാധനം 20 രൂപക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ എന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ നോക്കുക. അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്ത് കാണാൻ പറയുന്നത് കേട്ടോ. ഇത് ഈ ഒരു വീഡിയോയിൽ ഒതുങ്ങുമോ എന്നറിയില്ല. ചിലപ്പോൾ ലോങ്, അതായത് 20 മിനിറ്റിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ 2 വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യണം. ഇനിയും ഉണ്ട് എനിക്ക് വിറ്റ് വയ്ക്കാമെന്ന് പറഞ്ഞ പോലെ തന്നെ അവിടെ ഉണ്ട്. പക്ഷേ അത് നോക്കട്ടെ, ഇതിൽ തന്നെ ഇതാണ് പോവുകയാണെന്നുണ്ടെങ്കിൽ മുഴുവൻ പോട്ടെ എന്ന് കരുതിയിട്ടാണ്. ഇനി അറിയാമല്ലോ, ഇനി ഒരു മാസം 1.5 മാസം കൂടി കഴിഞ്ഞാൽ നമുക്ക് വലിയ പെരുന്നാൾ വരികയാണ്. പിന്നെ ഫംഗ്ഷൻ്റെ ടൈമാണ് ഇപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വാങ്ങിച്ചു വെച്ചാൽ ഇരട്ടി ലാഭം തന്നെ പറയാം. കാരണം എനിക്ക് ചിലതൊക്കെ എനിക്ക് കിട്ടിയതിനേക്കാട്ടും റേറ്റ് കുറച്ചിട്ടാണ് ഞാൻ ചിലത് എനിക്ക് കിട്ടിയ റേറ്റിനാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ചിലത് നഷ്ടത്തിനാണ് കൊടുക്കുന്നത്. നോക്കിയിട്ട് കാര്യമല്ല, എനിക്കിവിടെ സ്ഥലം കാലിയാക്കണം. കാരണം ഇത് അല്ലെങ്കിൽ ഇനി ആ ഡ്രസ്സിൻ്റെ ഐറ്റംസ് കൂടെ കുറച്ചധികമാണ് വരുന്നത്. ഡ്രസ്സിൻ്റെ അതിവിടെ വന്നാൽ ചിലപ്പോൾ ഈ റൂം കാണാൻ ഇത്ര ഇതില്ല, കഴിയൂല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം വിറ്റ് ഒഴിവാക്കണം കേട്ടോ. കുറേയൊക്കെ ഷെൽഫൊക്കെ ശരിയാക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ നോക്കണം. അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ആണ് കേട്ടോ. അതാണ് ഇവിടെ സ്റ്റെയിൻലെസ് സ്റ്റീലിന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഞാൻ കുറച്ച് വെയിലുണ്ട്. 2:30-3 മണിക്കായി ടൈം. അപ്പോൾ ഇതാണ്, ഇതിൻ്റെ ഇവിടെ സ്റ്റിക്കർ പറിക്കാനുണ്ട്. അത് പറിച്ചിട്ടാൽ മതി. ഞാനൊക്കെ കുറേ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായി, പുതിയൊരു മോഡൽ വന്നതാണെന്നില്ല. ഹാങ്ങിങ് വന്നിട്ട് ഞാനിത് 160-നോ 150-നിട്ട് കൊടുത്തുകൊണ്ട് വന്നിട്ട് എനിക്ക് ശരിക്കും ഓർമ്മയില്ല. ഇപ്പം ഞാനിത് കൊടുക്കുന്നത് 125-നാണ് കേട്ടോ. 125-നാണ്. ഇതാണ് ഇതേപോലെ കേട്ടോ. ഈ സ്റ്റിക്കർ ഇവിടെ മുകളിൽ പറിച്ചിട്ടാൽ ഇതേപോലെയും ഇതാ സ്റ്റാർ ഉണ്ട്. ഏതാ വേണ്ട വെച്ചാൽ സ്ക്രീൻഷോട്ട് ഇടുക. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഞാൻ ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും, വീഡിയോസ് നമ്മൾ ഷെയർ ചെയ്യും. പക്ഷെ ചിലതിന് മാത്രം നമ്മൾ ഫോട്ടോസ് ഷെയർ ചെയ്യും. കാരണം എൻ്റെ ഫോട്ടോസ് എൻ്റെ കയ്യിൽ ഉണ്ടാവില്ല. അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് സ്റ്റാർ, 2 ബട്ടർഫ്ലൈ. ഇതിങ്ങനെ ഹാങ്ങിങ് ആയി നിൽക്കുന്നതാണ് കേട്ടോ. ഇതാ ഇതുപോലെയാണ് കേട്ടോ. ഇതാണ്ടല്ലോ, ഇങ്ങനെ വരും ഈ ബട്ടർഫ്ലൈ. ഓക്കെ, ഏതാ വേണ്ട വെച്ചാൽ സ്ക്രീൻഷോട്ട് ഇടുക പെട്ടെന്ന്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഹോൾഡ് ചെയ്ത് വെക്കില്ല. പേയ്മെൻറ്റ് അടച്ചെങ്കിൽ മാത്രമേ ഹോൾഡ് ചെയ്ത് വെക്കുള്ളൂ. കാരണം അങ്ങനെ ഹോൾഡ് ചെയ്തതാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലെത്തിയിട്ടുള്ളത്. കാരണം കുറേ ബാലൻസ് വന്നത് ഇത് മാറ്റി വെക്കും. പിന്നെ ഇവരെ ഒരു അഡ്രസ്സും ഉണ്ടാവില്ല. അങ്ങനെ കുറേ പീസ് മാറ്റി വെച്ചതുണ്ട് ഇതിൽ കേട്ടോ. ചിലതൊക്കെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. അവരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് അടക്കുക. അതുകൊണ്ടാണ് റേറ്റ് അടക്കം നമ്മൾ പറയുന്നത്. പിന്നെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ചോദിക്കണം, ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും. ഓക്കെ, ഇതാണ് ബട്ടർഫ്ലൈ, സ്റ്റാർ, ബട്ടർഫ്ലൈ, പിന്നെയും കൂടുതൽ ബട്ടർഫ്ലൈ കേട്ടോ. പിന്നെ ഈ ഒരു ക്ലോക്ക് മോഡൽ ഒറ്റ പീസ് ഉണ്ടാകാൻ ചാൻസ് ഉള്ളൂ. പിന്നെ ഇതാ വീണ്ടും ബട്ടർഫ്ലൈ, പിന്നെ ഇങ്ങനത്തെ ഒരു ഹാർട്ട്, പിന്നെ ബട്ടർഫ്ലൈ കണ്ടോ. കൂടുതൽ ബട്ടർഫ്ലൈ ഉണ്ടാവുള്ളൂ. ക്ലോക്കിൻ്റെ ഒറ്റ പീസ് കൂടി ഉണ്ട്. അതാണ്, ഇത്ര പീസാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റാണ് ഞാൻ പറഞ്ഞത് 125 രൂപ. ഇനി 10 പീസ് എടുക്കുകയാണെങ്കിൽ റേറ്റ് കുറയും ചോദിക്കരുത്. എനിക്ക് കിട്ടിയിട്ടുള്ള റേറ്റാണ് ഞാനിപ്പോൾ ഇതിൽ ആഡ് ആക്കിയിട്ടുള്ളത്. ഓക്കെ, എനിക്കിതിൽ റേറ്റ് ആണ് നമ്മൾ ആഡ് ആക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിലുള്ളത്. ഞാൻ ചിലപ്പോൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ ഈ വീഡിയോ എനിക്ക് സമയം കിട്ടുന്നതനുസരിച്ചാണ് കേട്ടോ. നമ്മൾ വീഡിയോയിൽ എല്ലാം ചിലപ്പോൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാൻ പറ്റില്ല. ക്ലിയറൻസ് സെയിൽ ഏതൊക്കെയാണെന്നുള്ളത് ചിലത് 1-2 പീസൊക്കെയാണ് നമുക്ക് ഷെയർ ചെയ്തെടുക്കും. കുറച്ച് അധികം ഉണ്ട്. ഏതൊക്കെയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. അപ്പോൾ ഉണ്ടല്ലോ, ഹാങ്ങിങ് ഡബിൾ ലോക്കറ്റ് വന്നിട്ടുള്ളത് കേട്ടോ. ഇനി വന്നിട്ടുള്ളത് നമുക്ക് 2 ലെയർ കാണിച്ചു തരാം.
2 ലെയർ വന്നിട്ടുള്ളത് ഇതാ ഇതുപോലത്തെ ഉണ്ടാവുമല്ലോ, ഒരു ലെയറിൽ സ്റ്റോണും ഒരു ഇത് ഞാൻ കൊടുത്ത് 150-നാണ് കൊടുത്തുകൊണ്ടിരുന്നത് കേട്ടോ. ഇതാ അതിൻ്റെ തന്നെ ഒരു ബട്ടർഫ്ലൈ ആണ് കേട്ടോ. ബട്ടർഫ്ലൈ ആണ് കൂടുതൽ എല്ലാത്തിനും കാരണം, കൂടുതൽ ബട്ടർഫ്ലൈ. എല്ലാവരും എനിക്ക് ഏറ്റവും എൻക്വയറീസും ഏറ്റവും മൂവിങ്ങുള്ളത് ബട്ടർഫ്ലൈ, ഹാർട്ട് അങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കൂടുതൽ എടുത്തു. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 1 പെൻഡൻറ്റ് വരുന്ന ബ്രേസ്ലെറ്റ് കൂടുതൽ എടുത്തുകൊണ്ട് എനിക്ക് എന്താ പറയുക ബട്ടർഫ്ലൈ ഇതൊക്കെ കിട്ടുകയും ചെയ്തു. പക്ഷേ ഞാൻ പറഞ്ഞ റേറ്റ് ഇല്ല, അവർ ഒരു റേറ്റ് ഇട്ടുന്നു, അത്രേ ഉള്ളൂ. അത് ഭയങ്കര നഷ്ടമായിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ, അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇനി ആ രൂപയ്ക്ക് സെയിൽ ചെയ്യാം, അത്ര പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് നമ്മൾ 150-ന് കൊടുത്തുകൊണ്ടിരുന്നത്. ഇതിൻ്റെ ഇപ്പോൾ റേറ്റ് വരുന്നത് 125 രൂപ കേട്ടോ. 125 ഞാൻ പറഞ്ഞാൽ കിട്ടിയ വിലക്ക് കൊടുക്കുകയാണ്. ചിലതൊക്കെ 5 രൂപയൊക്കെ കുറച്ചിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. ഇതാണ് ഈ ഒരു ഇതുണ്ട്. നിങ്ങൾക്ക് ഇതിപ്പോൾ റീസെല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ വാങ്ങിച്ചിട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് പെരുന്നാൾക്ക് റീസെല് ചെയ്യാൻ നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റും. ബട്ടർഫ്ലൈ പിന്നെ ഇതൊരു ഫ്ലവറാണ് കേട്ടോ. ഇതിൻ്റെ സ്റ്റിക്കർ പറിച്ചിട്ടാൽ മതി. ഇതും ബട്ടർഫ്ലൈ, കൂടുതൽ വെള്ളത്തിലും ബട്ടർഫ്ലൈ ആയിരിക്കും കണ്ടോ. ബട്ടർഫ്ലൈ ഇതൊരു ഫ്ലവറാണ്, ഇതൊരു ഫ്ലവറാണ്, ഇതൊരു ഹാർട്ടാണ് കേട്ടോ. ഹാർട്ട് ഒറ്റ പീസ് ഉണ്ടായിരുന്നുള്ളൂ. ഫ്ലവർ എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. വീണ്ടും ഞാൻ പറയുന്നു, എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. 125 രൂപ കേട്ടോ. ആ ഡബിൾ ഹാർട്ട് ഇത് വന്നിട്ടുള്ളതും ഇത് വന്നിട്ടുള്ളതും ഒക്കെ 125 രൂപയാണ്. കിട്ടിയ വിലക്ക് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇനി വീണ്ടും വീണ്ടും പറയിപ്പിക്കേണ്ട, നിങ്ങൾക്ക് തന്നെ ബോറടിക്കും. പിന്നെ ഈ ഒരു 1 സൈഡ് പെൻഡൻറ്റ് വരുന്നിട്ടുള്ളത് കേട്ടോ. നമ്മളത് 80 രൂപയൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. ഇതാ കണ്ടല്ലോ, ഇത്രയും പീസ് എൻ്റെ അടുത്തുണ്ട്. ഇതാ ഒരു ഫ്ലവർ, ഇങ്ങനത്തെ ഒരു മോഡൽ കണ്ടല്ലോ. ഇത് ഇത്ര മാത്രമേ സ്റ്റോക്കുള്ളൂ കേട്ടോ. ഫസ്റ്റ് പേയ്മെൻറ്റ് അടക്കുന്നവർ നമുക്ക് എടുത്ത് വയ്ക്കുള്ളൂ. പിന്നെ സ്റ്റാർ, ഫ്ലവർ, ഒരു ബട്ടർഫ്ലൈ, പിന്നെ ഒരു ക്ലോക്ക് മോഡൽ. ഇതിൻ്റെ സ്റ്റിക്കർ പറിച്ചിട്ടാൽ മതി. സ്റ്റാർ, പിന്നെ ഇതാ ഈ ഒരു ഹാർട്ട്, ഈ ഒരു ഫ്ലവർ. ഞാൻ പറഞ്ഞു ഇത് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് 80 രൂപക്കാണ്. ഇപ്പോൾ ഇത് 70 രൂപ കേട്ടോ. 70 രൂപയാണ്. വീണ്ടും ഞാൻ പറയുന്നത് 70 രൂപ. ഇനി സ്ക്രീൻഷോട്ട് കിട്ടുന്നിട്ട് എത്ര ഇത്താ റേറ്റ് എന്ന് ചോദിക്കാൻ നിൽക്കണ്ട. കാരണം അപ്പോഴത്തേക്കും ചിലപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആവും. കാരണം ഞാൻ ക്ലിയറൻസ് സെയിൽ ഇട്ടാലേ അറിയാമല്ലോ, നമ്മൾ അത്രയും നഷ്ടത്തിനാണ് കൊടുക്കുന്നത്. കടയിലൊന്നും എനിക്ക് ഈ റേറ്റിന് കിട്ടില്ല. അപ്പോൾ പിന്നെ ഇത്തത് കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ പിന്നെ ചില ആളുകളുണ്ട് അത് വേണമെന്ന് പറഞ്ഞു പോകും. എല്ലാവരും അല്ല കേട്ടോ, ഞാൻ ചില ആളുകൾ പറയുന്നുള്ളൂ. അവരുടെ കയ്യിൽ ക്യാഷ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. പക്ഷേ അങ്ങനെ എന്താ വെച്ചാൽ നിങ്ങൾക്ക് വേണമെന്ന് പറയുകയും ചെയ്ത് നമ്മൾ വേറെ ആൾക്ക് കൊടുക്കില്ല. ചില ആളുകൾ എടുക്കും. ചില ആളുകൾ ഇപ്പോൾ ക്യാഷ് ഇല്ല പിന്നെ തരാമെന്ന് പറഞ്ഞിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും പറയാം. അപ്പോൾ നമുക്ക് എന്താണെന്നറിയോ, കക്ഷത്തിലിരിക്കണ കിട്ടുമല്ലോ, ഉത്തരത്തിലേക്ക് പോവുകയും ചെയ്തു പറയാം. കാരണം വേറെ കസ്റ്റമേഴ്സ് വരുമ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുകയില്ല, നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയും ചെയ്യും. അപ്പോൾ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ പറയാം കേട്ടോ, വേറെ ആൾക്ക് കൊടുത്തോളൂ. വേണ്ടാന്നില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ. അത് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ. പിന്നെ ഇതാ ഹാങ്ങിങ്, ഇതറിയാലോ, ഇത് പേയായിട്ടും ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന സാധനമാണ്. ഇതിപ്പോൾ എത്ര രൂപക്കാണ് കൊടുക്കുന്നത് വെച്ചാൽ നിങ്ങൾ ഞെട്ടും. കാരണം ഞാൻ 160-ന് കൊടുത്തുകൊണ്ടിരുന്നതാണ്. ഇപ്പം ഞാൻ കൊടുക്കുന്നത് 140 കേട്ടോ. 140 കേട്ടോ. 140, 160 140-ന് ഹാങ്ങിങ്. ഇതിൻ്റെ വീഡിയോസ് ഫോട്ടോസൊക്കെ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തതാണ്. ഇനി ഇതിൻ്റെ ഏതൊക്കെ മോഡൽസ് നോക്കിയോട്ടെ. കൂടുതലധികം ബട്ടർഫ്ലൈ എല്ലാത്തിലും ഉണ്ടാവും കേട്ടോ. കാരണം ഒരു ബട്ടർഫ്ലൈ ഇപ്പം എൻ്റെ ഒരു വീക്ക്നെസ്സായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഇതാണ് ഈ ഒരു ബട്ടർഫ്ലൈ. ഇവിടെ കണ്ടല്ലോ, ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ആവട്ടോ. ഇത് പറിച്ചിട്ടാൽ മതി. നിങ്ങൾക്ക് ഇത് 180 രൂപയ്ക്ക് വരെ സെയിൽ ചെയ്യാം. കാരണം 140-ന് നിങ്ങൾക്ക് എടുത്തിട്ട് 40 രൂപ എക്സ്ട്രാ ലാഭം എടുത്തിട്ട് വിൽക്കാം. പക്ഷേ അത് നിങ്ങൾക്ക് നഷ്ടം വരാത്ത രീതിയിൽ വിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ പീസ് എടുക്കേണ്ടി വരും, റീസെല്ലേഴ്സിനൊക്കെ പ്രത്യേകിച്ച്. കാരണം അല്ലെങ്കിൽ 50 രൂപ ഷിപ്പിംഗ് വരും. അപ്പോൾ അതിനെന്താ നഷ്ടം? അപ്പോൾ ഒരു ചുരുങ്ങിയത് 5 പീസ് ഇതന്നെ എടുക്കണം എന്നല്ല, 5 പീസൊക്കെ എടുത്തിട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചുരുങ്ങിയതൊരു 100-200 രൂപയെങ്കിലും ലാഭം ഇല്ലാതിരിക്കാവില്ല. കാരണം സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, ഞാൻ വീണ്ടും പറയുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അപ്പോൾ ഇതാണ് ബട്ടർഫ്ലൈ ഒരു മോഡൽ. ഇതാ വീണ്ടും ബട്ടർഫ്ലൈ, പിന്നെ ഒരു ഫ്ലവർ, പിന്നെ ഇങ്ങനത്തെ ഒരു ഫ്ലവർ, പിന്നെ ഇതാ ഒരു ക്ലോക്ക് മോഡൽ, പിന്നെ ഹാർട്ട്. ഇതിനൊക്കെ ഡബിൾ ഹാങ്ങിങ് വന്നിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ കഴിച്ച് കാണിക്കാത്തത്. ഇതിൻ്റെ ഒക്കെ വീഡിയോസ് ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് എൻ്റെ ചാനൽ കയറി നോക്കിയാൽ മതി. പിന്നെ ഇതാ ബട്ടർഫ്ലൈ. ഇതിൻ്റെയൊക്കെ നമ്മൾ ഒരു മാസം കൂടി ആയിട്ടില്ല നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോട്ടോസ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തവർ കയ്യിലുണ്ടാവും. അപ്പോൾ അതൊക്കെ സ്റ്റാറ്റസ് വെക്കുക കേട്ടോ. എല്ലാം നമുക്കൊന്ന് പിന്നെ ഫോട്ടോസ് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ചിലതൊന്നും എൻ്റെ കയ്യിൽ ഫോട്ടോസ് ഉണ്ടാവില്ല. എല്ലതും ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതാണ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ അടുത്ത്. ഇതിന് ഞാൻ പറഞ്ഞല്ല 140 രൂപ കേട്ടോ. 140 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത്. വീണ്ടും പറയുന്നു, ക്ലിയറൻസ് സെയിലാണ്. നിങ്ങൾക്ക് 180 രൂപയ്ക്ക് വരെ വിൽക്കാൻ പറ്റും. പിന്നെ വന്നിട്ടുള്ളതാണ് എന്താ ഈ ഒരു മോഡൽ. ഇതും സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ. ഇതാ ഇതും അതേപോലെ ഈ രണ്ടും 90 രൂപ കേട്ടോ. സോറി 90 80 രൂപ. 80 രൂപയാണ് കേട്ടോ. 80. ഇതാ ഒരു ബ്ലാക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലാണേ. 90 80 രൂപയാണ് കേട്ടോ. ഇത് എനിക്ക് കാണിക്കില്ല, കാരണം കുറച്ച് പീസല്ലേ ഉള്ളൂ. 80 രൂപ. ഓക്കെ.
പിന്നെ ഈ ബ്രേസ്ലെറ്റ് കാണിച്ചു തരാം. ഇനിയും ഉണ്ട് കേട്ടോ, വേറെ കുറേ മാലകൾസ് ഉണ്ട്. ഇതാ ഇതെൻ്റെ അടുത്ത് കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനത്തെ ഈ ഒരു ആപ്പിളിൻ്റെ സൈസ് എടുക്കാത്തതുകൊണ്ട് നമ്മൾ മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ സാധാരണ ബ്രേസ്ലെറ്റ് എടുക്കുക. അപ്പോൾ മിക്സ് ആക്കിയിട്ട് എടുക്കുമ്പോൾ അവർ നമ്മൾ സെലക്ട് ചെയ്തത് പുറത്ത് പോരാത്തതിന് ഇങ്ങനത്തെ അവരുടെ ഇഷ്ടത്തിന് അവരും കയറ്റി വിടും. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ളതാണ് ഈ ഒരു ആപ്പിൾ മോഡൽ. ഇനി ഒരു പീസ് കൂടി ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ, എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു ആപ്പിൾ മോഡലിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് എന്താ വെച്ചാൽ റേറ്റ് ഒന്നും ഇല്ല. ഇതിൻ്റെ റേറ്റ് ഞാൻ 100 രൂപയൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇനി ഇത് റേറ്റ് വന്നിട്ടുള്ളത് കാരണം ഈ ഒരു ആപ്പിൾ മോഡൽ ഈ ഒരു മോഡലിന് മാത്രമാണ് റേറ്റ് പറയുന്നത്. കാരണം കഴിഞ്ഞ നമ്മൾ നോമ്പിന് ഇറക്കിയ സ്റ്റോക്കാണിത്. നോമ്പിന് പെരുന്നാളിന് മുന്നായിട്ട് ഇറക്കിയിട്ടുള്ള സ്റ്റോക്കാണിത്. അതിൽ വന്ന ബാലൻസ് ആണിത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 75 രൂപയാണ് കേട്ടോ. 75 രൂപ. ഓക്കെ, 80 രൂപയ്ക്ക് 55 രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ച സാധനമാണിത്. 75 രൂപയ്ക്ക് കൊടുക്കുന്നത്. കാരണം ഈ ഒരു ആപ്പിൾ ആയതുകൊണ്ട് ഒരുവിധ ആളുകൾക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല, ചില ആളുകൾക്ക് ഇഷ്ടമുണ്ടാവുമായിരിക്കും. അപ്പോൾ ഓക്കെ, 75 രൂപ കേട്ടോ. ഇത് പിന്നെ ഇത് വന്നിട്ടുള്ളത് അതെൻ്റെ അടുത്തൊരു 3 പീസെറ്റ് ബാലൻസ് ഉള്ളൂ കേട്ടോ. ഇത് നമ്മൾ പറഞ്ഞത് 160 കേട്ടോ. സ്റ്റെയിൻലെസ് സ്റ്റീലാണേ 160. ഇതിൻ്റെ ഒരു ബാലൻസ് ഇത്രയേ ഉള്ളൂ തോന്നുന്നു. ഇത് നമ്മൾ 25 രൂപക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത്. 22 രൂപ കേട്ടോ. ഈ ഒരു 3 പീസുകൾ. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലൊന്നും അല്ല കേട്ടോ, അത് ഗ്യാരണ്ടി ഒന്നുമില്ല. 22 രൂപയാണ്. 2 പീസ്, 3 പീസേ ഉള്ളൂ കേട്ടോ. ഇനി വരാനുണ്ട്. ഇതാ ഈ ഒരു മോഡൽ കേട്ടോ, അറിയാമല്ലോ, നമ്മൾ പുതിയ സ്റ്റോക്ക് ഇറക്കിയിട്ടുള്ളതായിരുന്നു ഈ ഒരു മോഡൽ. ഇതിലാകെ 1-2 പീസേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇതാണ് ഈ ഒരു മോഡൽ. സ്റ്റാർ ഇങ്ങനെ വൈറ്റിൽ വന്നിട്ടും ബ്ലാക്കിൽ വന്നിട്ടും സ്ക്രീൻഷോട്ട് വിട്ടാൽ മതി. ചിലതിൻ്റെ മാത്രമേ എൻ്റെ അടുത്ത് ഫോട്ടോസ് ഉണ്ടാവുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് 140 150 അങ്ങനെ എത്രയാണ് കൊടുത്തുകൊണ്ടിരുന്നത് കേട്ടോ. ഇതിൻ്റെ റേറ്റ് 125 രൂപ കേട്ടോ. 125 രൂപ. എല്ലാം അധികം പൈസ നമുക്ക് കിട്ടിയ വിലക്ക് തന്നെ കൊടുക്കുകയാണ്. ചിലത് കിട്ടിയ വിലനേക്കാട്ടിലും 5 രൂപ കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് 125 രൂപ കേട്ടോ. ഏതാ വേണ്ട വെച്ചാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് വിടുക, പേയ്മെൻറ്റ് അടക്കുക. 50 രൂപ ഷിപ്പിംഗ് വരും. കൂടുതൽ സാധനങ്ങൾ എടുക്കണമെങ്കിൽ നമുക്ക് 10 രൂപ എക്സ്ട്രാ വരുള്ളൂ. ഓക്കെ, പിന്നെ ഈ ഒരു ഇതിൽ പെട്ടത് എൻ്റെ അടുത്ത് ഇനി 2-3 പീസേ ബാലൻസ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇത് നമ്മൾ 80 രൂപയ്ക്കോ 90 രൂപയ്ക്കോ കൊടുത്തുകൊണ്ടിരുന്നത് 75 രൂപ കേട്ടോ. ഇതാണല്ലോ ഇങ്ങനത്തെ ഒരു ഇത് വന്നിട്ടുണ്ട്. അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റി വരുന്നതാണ് കേട്ടോ. സ്റ്റെയിൻലെസ് സ്റ്റീലല്ല, എന്നാലും QZ പറഞ്ഞ കമ്പനിയാണ്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കേട്ടോ. 75 രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ. ഇനിയുള്ളത് ഏതാ ബാംഗിൾസാണ്, കാണിച്ചു തരാം. ഇതാ നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും 25 രൂപയ്ക്ക് കുട്ടികളുടെ ബാംഗിൾസ്. അത് എന്തുകൊണ്ടാണെന്നില്ല ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾക്കറിയാൻ പറ്റും, ഞാൻ 2 മാസമൊക്കെ മുന്നിട്ടാണ് തോന്നുന്നത് ഇതിൻ്റെ ഒരു ഫോട്ടോസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. 1.5 മാസം നോമ്പിന് എനിക്ക് ശരിക്കും ഓർമ്മയില്ല. അപ്പോൾ അന്നത്തിൽ വന്നതാണ്. 2-3 ബോക്സ് ഉണ്ടായിരുന്നു. നമ്മളതൊക്കെ സ്റ്റോക്ക് തീർന്നു. പക്ഷെ ചില ബോക്സിലൊക്കെ എന്താ വെച്ചാൽ ഒരു പാട് വരും വളയ്ക്ക്. അത് എല്ലാ വളയ്ക്കൊന്നുമില്ല കേട്ടോ, ചിലതിന് മാത്രം. ചിലതിനൊക്കെ അത് നിങ്ങൾക്ക് കിട്ടുന്നവർക്കുള്ള ഇതിനായിരിക്കും. കാരണം ചിലതിനൊന്നും ഒരു കംപ്ലൈൻറ്റും ഇല്ല. കണ്ടല്ലോ ഒരു കംപ്ലൈൻറ്റും ഇല്ല. ചിലതിന് മാത്രമേ എനിക്ക് കംപ്ലൈൻ്റ് ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ സൈസ് ഇപ്പോൾ വളകൾ എടുക്കാത്തത്. കാരണം റോസ് ഗോൾഡിൽ കിട്ടാഞ്ഞിട്ടല്ല. കാരണം ഇതിന് ചെറിയൊരു കറുപ്പ് കുത്ത് വരും. അത് നമുക്ക് അവിടുന്ന് നോക്കിയിട്ട് എടുക്കാണ്ടോ, കാണുന്നുണ്ടോ, വീഡിയോയിൽ കാണുന്നുണ്ടോ, തായ്പെട്ട് കണ്ടോ, ചെറിയൊരു കറുപ്പ് കുത്ത് കണ്ടോ, അങ്ങനത്തെ ഒരു കുത്ത് അത് എല്ലാത്തിലും ഉള്ളു. അതേപോലെ തന്നെ കണ്ടപ്പോൾ ഇവിടെ ചെറിയൊരു കാണുന്നുണ്ടോ എന്ന് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ. കാരണം അത്രയും ചെറുതാണ്. നമുക്ക് അവനാരും മക്കൾക്കാണെന്നുണ്ടെങ്കിൽ ഏറ്റവും യൂസ്ഫുൾ ആണ്. കാരണം അങ്ങനെ വേറിട്ട് കാണുമൊന്നുമില്ല. ഇതാണ്ടല്ലോ ഇവിടെ ചെറിയൊരു ഒരു കറുപ്പ് ഒരു ഇതുപോലെ. അപ്പോൾ എല്ലാ വിളക്കൊന്നും ഇല്ല കേട്ടോ, ഇതിനൊന്നും ഇല്ല കേട്ടോ. ഈ ഒരു വിളക്കൊന്നും ഇല്ല. ഇത് ഞാൻ മറ്റേ ബോക്സിൽ നിന്ന് എടുത്ത് വെച്ചതാണ്, ഈ ഒരു ബോക്സ് നിറക്കാൻ വേണ്ടിയിട്ട്. ഉണ്ടല്ലോ, ഇതിനൊന്നും ഇല്ല, ഏതുമില്ല. അപ്പോൾ ഇനി ഇതിന് ഏതിനാ ഇല്ലാത്തതെന്ന് ചോദിക്കണ്ട. നിങ്ങൾ ഇതിലേതാ ടിക്കറ്റ് വിട്ടോ, ഏതാ വേണ്ട വെച്ചാൽ ടിക്കറ്റ് വിടുക. ഏത് പീസാണെങ്കിലും 25 രൂപ കേട്ടോ. 25 രൂപ. നമ്മൾ 60 രൂപക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. ഞാൻ 55 രൂപ, ഒരു പീസിന് 45 രൂപയാണ് വെച്ചിട്ടാണ് നമുക്കിത് കിട്ടുന്നത് കേട്ടോ. ഉണ്ടല്ലോ, ഇതിന് ഇവിടെ എങ്ങനെ ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ചിലത് ചെറുതേ കാണുന്നുള്ളൂ, അത്ര കണ്ണിൽ കാണില്ല. കുറച്ച് കണ്ണിന് കാഴ്ച ശക്തി ഇല്ലാത്ത ആളാണെങ്കിൽ തീരെ കാണൂല, ചെറിയ രീതിയിൽ കാണുള്ളൂ. നമ്മൾ കയ്യിലിട്ടാൽ അങ്ങനെ അറിയൊന്നുമില്ല.
അപ്പോൾ ഒരു ഫംഗ്ഷൻ 2 ഫംഗ്ഷനൊക്കെ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് യൂസ് ആക്കാനൊക്കെ പറ്റും. കാരണം ഓക്കെ. അപ്പോൾ ഇതിന് 25 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത്. ഇത്രയും മോഡൽസാണുള്ളത്. ഏതാ വേണ്ട വെച്ചാൽ ടിക്കറ്റ് വിട്ടാൽ മതി. പിന്നെ ഇതാ നമ്മളെ വലിയവരുടെ റോസ് ഗോൾഡിൻ്റെ ഇതില്ല കേട്ടോ. 16 സൈസാണ് വന്നിട്ടുള്ളത്. ഇതുണ്ടോയെന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ആൾ കാണാനില്ല. ഓക്കെ, ഇത്ര മോഡലേ ഉള്ളൂ. നമ്മൾ 12 രൂപ കൊടുത്തുകൊണ്ടിരുന്നത് 8 രൂപ കേട്ടോ. ഇത്ര പീസേ ഉള്ളൂ, അതുകൊണ്ടാണ് 8 രൂപ എന്ന് പറഞ്ഞത്. ഓക്കെ, ഇത് ഫുള്ളായിട്ട് എടുക്കുകയാണെങ്കിലും ഫസ്റ്റ് തന്നെ പേയ്മെൻറ്റ് അടക്കണം. ഏതാണെങ്കിലും നമ്മൾ എടുത്ത് ഹോൾഡ് ചെയ്ത് വെക്കില്ല, പേയ്മെൻറ്റ് അടച്ചാൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് കുട്ടികൾക്കുള്ളതാണ് കേട്ടോ. ഇത് കുട്ടികൾക്കുള്ളതാണ്. 6 രൂപ കേട്ടോ. 6 രൂപ. ചുരുങ്ങിയ 5 പീസെങ്കിലും എടുക്കണം കേട്ടോ. 5 പീസെങ്കിലും ചുരുങ്ങിയത് എടുക്കണം, എന്നാലും 6 രൂപക്ക് കിട്ടുള്ളൂ. ഓരോ പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 7 രൂപയാണ് കേട്ടോ വരിക. 6 രൂപക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് 5 പീസെങ്കിലും എടുക്കണം. ഇപ്പം തന്നെ വീഡിയോ ലെങ്തായില്ലേ, ഇനിയും ഉണ്ടല്ലോ പഠിച്ചോനെ. പിന്നെ ഈ ഒരു ബാംഗിൾസ് കണ്ടല്ലോ, കുട്ടികൾക്ക് പറ്റുന്ന ഒരു ബാംഗിൾസാണ്. ഇതിൻ്റെയൊക്കെ വീഡിയോസും ഫോട്ടോസൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 120 രൂപ കേട്ടോ. 125 ഞാൻ വാങ്ങിച്ചത്, 120 തന്നെ. കാരണം അത്രയും ഇപ്പം നിങ്ങൾക്ക് വാങ്ങിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വീണ്ടും പറയണ്ട. ഇതാണ് ഈ ഒരു സൈസാണ് വന്നിട്ടുള്ളത് കേട്ടോ. ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു നെറ്റ് ടൈപ്പാണ് വന്നിട്ടുള്ളത് കേട്ടോ. രണ്ടേ ഉള്ളൂ, 120 രൂപ കേട്ടോ. 120, 2 പീസേ ഉള്ളൂ. പിന്നെ ഇത് കണ്ടല്ലോ, ഇത് സിൽവറും ഗോൾഡും അല്ല, ഒരു ഗോൾഡ് മാത്രമുള്ളതാണ് കേട്ടോ. അങ്ങനെ കിലിക്കിലും ഹാങ്ങിങ് വരുന്നതാണ്. ഇതിൻ്റെ റേറ്റ് നമ്മൾ 100 രൂപയൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്, 90 രൂപ കേട്ടോ. 90 രൂപ. ഇത് 2 പീസേ ഉള്ളൂ, അതുകൊണ്ടാണ് 90 രൂപക്ക് കേട്ടോ ഇത്. പിന്നെ ഇത് നമ്മൾ 60 രൂപയൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്, ഇപ്പോൾ കൊടുക്കുന്നത് 50 രൂപക്ക് കേട്ടോ. 50 രൂപക്കാണ് ഇപ്പോൾ ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ 2 അങ്ങനെ മോഡലേ ഉള്ളൂ. ഇനിയുണ്ട്, കാണിച്ചു തരാം. പിന്നെ നമ്മൾ ആൻറ്റി ടെർണിഷിൽ വന്നിട്ടുള്ള ഗോൾഡിലാണ് കേട്ടോ. ഇത് ആൻറ്റി ടെർണിഷ് ഗോൾഡാണ്. അതിൽ വന്നിട്ടുള്ള മോഡൽസാണ് കേട്ടോ. ഇത് 180 കൊടുത്തുകൊണ്ടിരുന്നത്. ഇതാ കണ്ടല്ലോ, ഇത്രയും പീസുകളുണ്ട്. 170 രൂപയാണ് കേട്ടോ. 170 രൂപയാണ്, കണ്ടല്ലോ. 170 രൂപ കേട്ടോ. എത്ര പീസേ ഉള്ളൂ? 170. ഓക്കെ, ഇനി റോസ് ഗോൾഡിൻ്റെ കൂടി കാണിച്ചു തരാം കേട്ടോ. അതുകൂടി കഴിഞ്ഞാൽ തീർന്നു. ഇതാണ് കണ്ടല്ലോ. ഇത് നമ്മൾ ഈ ഒരു ഇത് അതുപോലെ തന്നെ ഒരു 4 പീസ് ഞാൻ 250 വാങ്ങിച്ചതാണ്. കാരണം അന്നൊന്നും നമുക്ക് അറിയണ്ടായിരുന്നില്ല കൂടുതൽ പീസ് എടുത്താൽ, അതായത് ഒരു 20-25 പീസ് എടുത്താലും നമുക്ക് റേറ്റ് കുറയുന്ന അറിയണ്ടായിരുന്നില്ല. നമ്മൾ ഈ റേറ്റ് കേൾക്കുമ്പോൾ തന്നെ, കടയിൽ നിന്ന് വാങ്ങിച്ചല്ലേ, ഈ റേറ്റ് കേൾക്കുമ്പോൾ തന്നെ പേടിച്ചിട്ട് നമ്മൾ ആകെ 1-2 പീസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അബദ്ധം പറ്റിയതാണ്. പിന്നെയാണ് നമ്മൾ കണ്ണും ചുമ്പി എന്ന് പറയാം, 25 പീസ് ഏതെടുക്കുകയാണെങ്കിൽ 25 പീസ് എന്നുള്ള രീതിയിൽ അധികം എടുക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ അടുത്ത് സ്റ്റോക്കോട് മുഴുവൻ എടുക്കുക എന്നുള്ള രീതിയിലെത്തിയത്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റേറ്റ് കുറയില്ല. കാരണം അത്രയും ബൾക്കായിട്ട് എടുക്കുന്നത്. അത്രയും ബൾക്കായിട്ട് എടുക്കാൻ നമ്മളടുത്ത് കയ്യിൽ ക്യാഷും വേണം കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ ഇത് പിന്നെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് ഞാൻ പിന്നെ കുറച്ചായി എത്തിയിട്ട് അന്ന് ഞാൻ ചില ആളുകൾക്ക് ചോദിച്ചപ്പോൾ സ്റ്റോക്ക് ഔട്ടായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇത് കേട്ടോ, ഒരു പീസ്. ഇത് രണ്ടും ഓക്കെ, 175 രൂപയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലെല്ലാത്തിനും 175. 125 എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും 75 രൂപ നഷ്ടത്തിന് ഞാൻ കൊടുക്കുന്ന 1, 2, 3, 4 പീസ്. ഇതാണ് കേട്ടോ, നിങ്ങൾ വീഡിയോ കണ്ടോളൂ. ഇതാ ഇങ്ങനത്തെ ഒരു പീസ്. ഇതൊക്കെ 175 കേട്ടോ. ഇതിൽ കുറയ്ക്കാൻ കഴിയില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ആർക്കെങ്കിലും വെറുതെ കൊടുത്താലും സന്തോഷത്തോടെ നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റായിട്ട് കൊടുക്കാമല്ലോ. അല്ലാതെ ഇതിൽ അങ്ങനെ ഇതാക്കാൻ പറ്റില്ല.
ഞാൻ അത്രയും റേറ്റിലാണ് ഇതൊക്കെ വാങ്ങിച്ചത്. ഇപ്പം അതുകൊണ്ടാണ് ഇത്ര ഈ ഒരു സാധനത്തിലൊക്കെ അന്നും ഉണ്ട് അത്ര റേറ്റ്. പക്ഷെ നമ്മൾ റേറ്റ് കേട്ടിട്ട് എടുക്കാതെ പോരുന്നതാണ്, വേണ്ടാന്ന് പറഞ്ഞിട്ട് പോരുന്നതാണ്. പിന്നെ കൂടുതൽ പീസ് എടുക്കുമ്പോൾ റേറ്റ് കുറച്ചിട്ട് അങ്ങനെ പീസ് വന്നതാണ്. ഇപ്രാവശ്യം നമ്മൾ കുട്ടികളുടേതാണ് കൂടുതൽ എടുത്തിട്ടുള്ളത്. അത് സ്റ്റെയിൻലെസ് സ്റ്റീലല്ല, ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ. ഇത് ഫുള്ള് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇത്ര മാത്രമേ എൻ്റെ അടുത്ത് സ്റ്റോക്കുള്ളൂ വളകളുടെ കേട്ടോ. പിന്നെ വന്നിട്ടുള്ള ഇത്രയേ ഉള്ളൂ കേട്ടോ കളക്ഷൻസ് ഉള്ളത്. ക്ലിയറൻസ് സെയിൽ 20 മിനിറ്റ് ഇപ്പം തന്നെ ആയില്ലേ. ഇനിയുണ്ട്, പക്ഷേ അത് നെക്സ്റ്റ് ഞാൻ എന്തെങ്കിലും വീഡിയോയിലൂടെ ഞാൻ പെരുന്നാളുടെ മുന്നൊക്കെ ആയിട്ടിടാം. അത് കുറച്ച് ഫാൻസി ഐറ്റംസ് ആണ്. അപ്പോൾ അത് ഞാൻ ആ ഒരു വീഡിയോയിൽ ഇടാം കേട്ടോ. ഇനി ഫാൻസി ഐറ്റംസ് അത് അധികമൊന്നുമില്ല, അത് ഞാൻ തപ്പി പിടിക്കണം. അതുകൊണ്ടാണ് അത് വേറെ ബോക്സിലിട്ട് ചിക്കൻ. അത് ഇനി അത് തപ്പി പിടിക്കണം എന്നിട്ട് വേണം ചെയ്യണമെങ്കിൽ. അപ്പോൾ അതുകൊണ്ടാണ് അതില്ലാന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമ്മുടെ അടുത്തുള്ളത്. നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെന്ന് ചെയ്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക, സ്ക്രീൻഷോട്ട് വിടുക, പേയ്മെൻറ്റ് അടക്കുക. 50 രൂപ ഷിപ്പിംഗ് വരും. ഇന്ത്യയിൽ എല്ലായിടത്തും 50 രൂപ ഷിപ്പിംഗ്. ഓക്കെ, കൊറിയർ ആണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ എല്ലായിടത്തും 50-60 ആ റേറ്റിലാണ് ഷിപ്പിംഗ്. അല്ലാന്നുണ്ടെങ്കിൽ കേരളത്തിന് പുറത്താണെന്നുണ്ടെങ്കിൽ റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് പെട്ടെന്ന് തന്നെ വാട്സപ്പ് മെസ്സേജ് അയക്കാൻ കേട്ടോ. മറ്റൊരു വീഡിയോ ഇട്ടിടും വരുന്ന. ടേക്ക് കെയർ, ബൈ.